ഈ മത്സരം എനിക്ക് ജയിക്കണം. അതിലുപരി അവളെ നാണം കെടുത്തി നശിപ്പിക്കുകയും വേണം. ഈ ആണി അവളുടെ ചെരുപ്പുകളിൽ തറച്ചു വെക്കണം. കാല് കീറി അവൾ നൃത്തം ചെയ്യുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. ആണി കുത്തിക്കേറുമ്പോഴുള്ള അവളുടെ നൃത്തം കാണാൻ നല്ല രസമായിരിക്കും. സർ, മതി, ഞാൻ ചെയ്തോളാം. കഴിഞ്ഞെന്നേ. ഡാൻസ് മത്സരത്തിൽ തന്നെ തോൽപ്പിക്കാൻ ഐശ്വര്യ അടുത്തെ കൊണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയൊന്നും ഐശ്വര്യ അടുത്ത് വില കുറച്ച് കാണണ്ട. ഏട്ടത്തേക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാനൊക്കെ അറിയാം. എന്റെ ശ്യാമയെക്കാളും നന്നായി ഡാൻസ് ചെയ്യാൻ അറിയില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. ഓ, ആ, ഇനി ഈ മത്സരം കൂടിയേ ഉള്ളൂ. ഡാൻസ് പെർഫോമൻസ് തകർക്കണം കേട്ടോ ശ്യാമേ. ദൈവം അനുഗ്രഹിക്കണം. ദൈവം തന്നെ അനുഗ്രഹിക്കാതിരിക്കൂടോ. ഈ കോമ്പറ്റീഷനിൽ നമ്മൾ ജയിക്കണം. ഇതൊരു അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് മാറിയിരിക്കുക. എന്റെ ഏട്ടൻ തോൽക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഏട്ടത്തെ തോൽപ്പിക്കണമെങ്കിൽ ഏട്ടൻ തോറ്റല്ലേ പറ്റൂ. നമുക്ക് ഫ്ലോറിലോട്ട് പോവാം. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ വരാം. എന്താ ശ്യാമേ, എന്താ എന്താ എന്താ? അയ്യോ, ശ്യാമേ അവിടെ ഇരിക്കേ. കരയാതരോ, സമാധാനായിട്ടിരിക്കേ. ഞാൻ ഈ ബ്ലഡ് ഒന്ന് തുടച്ചു കളയട്ടെ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതിനു മുന്നേ ഞാനൊന്ന് ക്ലിയർ ആക്കട്ടെ. എടോ, ഒന്ന് സഹിക്കേ. ഞാൻ ഈ ചോര ഒന്ന് തുടച്ച് മാറ്റട്ടെ. ഒന്നുമില്ല, ഒന്നുമില്ല. ഇത് മനഃപൂർവ്വം നിന്നെ ചതിച്ചതാ ഐശ്വര്യടുത്തി. ഐശ്വര്യടുത്തിയാണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയാം? മറ്റാരും ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യില്ലല്ലോ. ഇത് അവര് തന്നെയാ. ഇനി എനിക്കിത് സഹിക്കാൻ പറ്റില്ല ശ്യാമേ.
ഇന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ. ഞാൻ അച്ഛനോടും അമ്മയോടും ഈ വിവരം പറഞ്ഞ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും. സർ, അതൊന്നും വേണ്ട. നമ്മൾ ആളെ കണ്ടിട്ടില്ല. വെറുതെ ആരുടെങ്കിലും പേരിൽ വെറുതെ പഴി ചാരുന്നത് ശരിയല്ല. ഐശ്വര്യടുത്തി അല്ലാതെ ഇത്രയും വലിയ ദ്രോഹം മറ്റാരും ചെയ്യില്ല. എന്റെ ഏട്ടൻ ഓർത്തിട്ടാ ഞാൻ എല്ലാം സഹിക്കുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ അവരോട് കണക്ക് ചോദിച്ചാണ്. അതെ, താൻ എഴുന്നേക്ക്. തന്നെ ഞാൻ കാറിലേക്ക് കൊണ്ടുപോകാം. ഇനി ഡാൻസ് ഒന്നും കളിക്കണ്ട. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വെച്ച് TT എടുത്തിട്ട് വീട്ടിലേക്ക് പോവാം. മത്സരം ഇവിടെ വരെ എത്തിച്ചിട്ട് ഇനി പോവാനോ? അല്ലാതെ എന്ത് ചെയ്യും? ഈ കാലം വെച്ച് ഡാൻസ് കളിക്കാനോ? ഞാൻ ഡാൻസ് കളിച്ചോളാം. എന്താ ശ്യാമി പറയുന്ന? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കാൻ പോകുന്ന കാര്യം തന്നെ. ആണി കയറിയ ഈ കാലം കൊണ്ട് തന്നെ ഞാൻ നൃത്തം ചെയ്തോളാം. സർ, നമ്മൾ ജയിക്കും. സർ, ഈ സിറ്റുവേഷനിൽ വിജയത്തിൽ കുറഞ്ഞൊരു കോംപ്രമൈസും ഇല്ല. നമുക്ക് വിജയിച്ചേ പറ്റൂ. എന്തൊക്കെ ഈ പറയുന്നത്? സാറ് പണ്ട് പറഞ്ഞ ഒരു വാക്ക് ഓർമ്മയില്ലേ? നമ്മൾ പക വീട്ടേണ്ടത് ആയുധം കൊണ്ടല്ല, സ്വയം ഉയർത്തെഴുന്നേറ്റ് കഴിവ് കാട്ടിക്കൊണ്ടാണെന്ന്. ഇവിടെ വിജയ നമ്മുടെ പ്രതികാരം. നൃത്തം ചെയ്ത കാലിന്ന് വീണ്ടും ചോര ചീറ്റും. ഒരു ഡാൻസ് പ്രോഗ്രാമിന് കൂടി വന്ന് 4 മിനിറ്റ് അല്ലേ ഉള്ളൂ. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് എന്തായാലും അതിലും കൂടുതലായിരിക്കും. എന്തൊക്കെ സാർ എന്നെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്ത ഈ ബെസ്റ്റ് കപ്പിൾസിനുള്ള ട്രോഫി നമ്മൾ തന്നെ കൊണ്ടുപോകും. ഉറപ്പാ സർ. എന്റെ എല്ലാ സപ്പോർട്ടും ശ്യാമയ്ക്കില്ലേ? പിന്നെ എന്തിനാ സംശയം? എങ്കി വാ പോ. കെട്ടൊന്ന് മുറുക്കിക്കോട്ടെ. പിടിച്ചോ. സമയം വേദനയുണ്ടോ? കുഴപ്പമില്ല. ബെസ്റ്റ് കപ്പിൾസ് കോമ്പറ്റീഷൻ വളരെ നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെ അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. ഐശ്വര്യ, നീ ഇതിനിടയിൽ എങ്ങോട്ടാ പോയേ? ഞാനൊന്ന് വാഷ്റൂമിൽ പോയത്. വാ. മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോ ജ്യേഷ്ഠാനുജന്മാരും അവരുടെ ഭാര്യമാരുമായ 2 കപ്പിൾസ് ആണ് നേർക്ക് നേർ പോരാട്ടത്തിന് ഒരുങ്ങുന്നത്. പ്രശസ്ത ബിസിനസ്സുകാരായ വർമ്മ ബ്രദേഴ്സും അവരുടെ സെലിബ്രിറ്റികളായ ഭാര്യമാരും. അരുൺ കുമാർ വർമ്മ ആൻഡ് ഐശ്വര്യ, അഖിൽ വർമ്മ ആൻഡ് ശ്യാമ. പരാജയപ്പെടാതെ ഈ കോമ്പറ്റീഷനിൽ നിന്ന് തന്നെ ഔട്ടാകുന്ന ഒരു വലിയ സ്ഥിതിവിശേഷത്തിൽ നിന്നാണ് ശ്യാമ അത്ഭുതകരമായി ഒരു തിരിച്ചുവരവ് നടത്തിയത്. ആരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിജയത്തിലൂടെ തിരിച്ചുവരവ്. എന്താ പറ്റിയേ? എന്താ ഇത്? ആണി കൊണ്ടൊന്നും മുറിഞ്ഞതാ. അയ്യോ, ശ്യാമ വേദന ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല, പ്രശ്നമാക്കണ്ട. ഇത് വെച്ച് എങ്ങനെ ഡാൻസ് കളിക്കുന്നത്? സാരില്ല. അയ്യോ, കാലിനെന്തോ പറ്റിയ പോലുണ്ടല്ലോ. കാലൊന്നും മുറിഞ്ഞു, ചെറിയൊരാണി കൊണ്ടതാ. അയ്യോ, അപ്പൊ ഡാൻസ് കളിക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല. ഇതൊരു വലിയ വിഷയമാക്കി എടുക്കരുത്. ഞാൻ ഡാൻസ് ചെയ്തോളാം. എന്നോടൊപ്പം അഖിൽ സാറും ഡാൻസ് ചെയ്തോളും. ഓക്കെ, അപ്പോ നമ്മൾ മത്സരം ആരംഭിക്കുകയാണ്. ഫൈനൽ റൗണ്ട് ആണ്. ചീഫ് ജഡ്ജിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ആരോഗ്യകരമായ ഒരു മത്സരം മാത്രമാണ്. അങ്ങനെ മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ കാണാനാകൂ.
പക്ഷെ ജീവിതത്തിൽ ഈ കോമ്പറ്റീഷൻ പാടില്ല. ജീവിതത്തെ നമ്മൾ വിജയം കൊണ്ട് നേരിടുന്ന ചില ഭാഗങ്ങളാണ് ഇവിടെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. മത്സരം ഇപ്പൊ ഇവിടെ തീരും, ഒരാൾ ജയിക്കും. പക്ഷെ സാഹോദര്യത്തിനോ സ്നേഹത്തിനോ ഒരു ഉലച്ചിലും തട്ടരുത്. വിവേകശാലികളായ നിങ്ങളിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നറിയാം. എങ്കിലും പറഞ്ഞു. थोड़ा ऑफ बीट है पर
നമ്മുടെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഈ മത്സരത്തിന്റെ റിസൾട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ജഡ്ജസ് പ്രഖ്യാപിക്കുന്നതാണ്. പെർഫോമൻസ് ഗംഭീരം ഐശ്വര്യയുടെ അരുണിന്റെ തന്നെ. ഫസ്റ്റ് പ്രൈസ് അവർക്ക് കൊടുക്കണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. മാഡം, ഇപ്പൊ ഇവിടെ നടന്നത് മ്യൂസിക് കോമ്പറ്റീഷൻ അല്ലല്ലോ, ഡാൻസ് കോമ്പറ്റീഷൻ അല്ലേ? അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിയുന്നത് മീര മാഡത്തിനാണ്. മാഡത്തിന്റെ അഭിപ്രായം അറിയട്ടെ. ശ്യാമയുടേതായിരുന്നു മികച്ച പെർഫോമൻസ്. അതായിരുന്നു ഡാൻസ്. ഐശ്വര്യക്ക് പല സ്ഥലത്തും തെറ്റി. പല സ്ഥലത്തും താളബോധമില്ലാതെ ഡാൻസ് ചെയ്തത്. സ്റ്റെപ്പുകൾ ഏറെക്കുറെ തെറ്റി. മികച്ച പെർഫോമൻസ് അത് ശ്യാമയുടെയും അഖിൽ വർമ്മയുടെയും തന്നെയായിരുന്നു. അതുകൊണ്ട് സമ്മാനം അവർക്ക് കൊടുക്കണം എന്നാണ് എന്റെ പക്ഷം. ഈ അഭിപ്രായം ശരിയല്ല. ഒന്നാം സമ്മാനം ഐശ്വര്യയ്ക്കും അരുണിനും തന്നെ കൊടുക്കണം. അരുന്ധതി മാഡം, സത്യം പറഞ്ഞ ശ്യാമ വാസുദേവൻ നേരത്തെ തന്നെ വിജയിച്ചു കഴിഞ്ഞിരുന്നു. ക്ലൂ ഇല്ലാതെ തന്നെ കളറ് കണ്ടുപിടിച്ച ആ റൗണ്ടിൽ തന്നെ ശ്യാമ ഒന്നാമത് എത്തിക്കഴിഞ്ഞതാണ്. അതെ അതെ, അത് കറക്റ്റാ. ഇത് തെറ്റായ തീരുമാനമാണ്. ഞാൻ സമ്മതിക്കില്ല. ഡാൻസ് പെർഫോമൻസിലും ശ്യാമയും അഖിലും ഒന്നാമത് എത്തിയിരിക്കുകയാണ്. ഇത് ന്യായമല്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നത് മറ്റാരുടെയോ തീരുമാനം നടപ്പാക്കാൻ വേണ്ടിയാ. അവസാന വിധി പ്രഖ്യാപിക്കുന്നതിനായി നമ്മുടെ ചീഫ് ജഡ്ജ് മീര മാഡത്തിനെ ക്ഷണിക്കുന്നു. അത്യന്തം വിസ്മയകരമായ സർഗക്രിയയിലൂടെ നടന്ന ഈ മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന കപ്പിൾ അഖിൽ വർമ്മ ആൻഡ് ശ്യാമ വാസുദേവൻ. ഒന്നാം സമ്മാനാർഹരായ അഖിലിനും ശ്യാമയ്ക്കും ട്രോഫി സമ്മാനിക്കുന്നതിനായി മോഹൻ കുപ്ലേരി സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സർ, ഒരു ബിഗ് ക്ലാപ്പ്. ബെസ്റ്റ് കപ്പിൾസ് അഖിൽ ആൻഡ് ശ്യാമ.